ഇല്ലാത്ത കളവായ വാർത്ത മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ വന്നു എന്നത് പിന്നെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. കളവാണ്, സത്യവിരുദ്ധമായ ഒന്നാണ്. അത്തരത്തിലുള്ളൊരു കാര്യം ആ പ്രവർത്തക യോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്ന് സഖാവ് പിണറായി തന്നെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ എവിടെയാണ് ചൂണ്ടിക്കാണിക്കണ്ടേ? പിന്നെ ഇന്നലെ ഓരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. ധൃതിപ്പെടണ്ട, മറ്റു സാറിന് ഞാൻ ധൃതിപ്പെടുന്നതാണല്ലോ പറയുന്നത്, നിങ്ങൾ ധൃതിപ്പെടണ്ട. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ എൻ്റെ ഫോട്ടോ വെച്ചൊരു വേറൊരു വാർത്ത, മിനിഞ്ഞാന്നല്ല ഇന്നലെ തന്നെ, അത് വടകരയിൽ വന്നിട്ടില്ല, ഇന്നുകൊണ്ട്. ആ വാർത്ത എന്താ? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ, ചില പത്രത്തിൽ പേരെന്നെ പറഞ്ഞു, എളമരം കരീമും പി രാജിയും സെക്രട്ടറിക്കെതിരായിട്ട് ആഞ്ഞടിച്ചു. അങ്ങനൊരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു വിമർശനേ ഇല്ല. ഇവർ രണ്ടുപേര് മാത്രമല്ല, ഒരാളും വിമർശനം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ എന്താ ഉന്നം? വ്യാജ വാർത്ത സൃഷ്ടിക്കുക, എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത്തരമൊരു പ്രശ്നം കേരളത്തിലാകെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിമരുന്ന് ഇട്ടുകൊടുക്കുക. പാർട്ടി വിരുദ്ധമായ നിലപാടാണ്. വ്യക്തിപരമായിട്ട് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഞാനോ എന്നുള്ളതല്ല, പാർട്ടിക്കെതിരായ അതിശക്തിയായ രീതിയിലുള്ള ബോധപൂർവമായ ഒരു ഇടപെടലാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചു, പാർട്ടി സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ച് ഞങ്ങൾ തീരുമാനിച്ചത് ഈ തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചു. മാതൃഭൂമി, മനോരമ ഈ രണ്ട് പത്രങ്ങളും തെറ്റായ ഈ വാർത്ത ബോധപൂർവം പാർട്ടിക്കെതിരായി ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഈ കാര്യം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണം എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു. ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തും പറയാം, എന്തും ചെയ്യാം, അതിനൊക്കെ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരിപ്പിക്കുന്ന നിലപാടിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി ശക്തിയായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. നിയമപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പറഞ്ഞത് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടീൻ്റെ മേലെ കുതിര കയറാനല്ലോ. അഭിപ്രായം പറയാനുള്ളതല്ലേ. നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിൻ്റെ അകത്ത് ഇങ്ങനെ ചർച്ച ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അത് ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടാ പറഞ്ഞു. നമുക്ക് ചോദ്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. ചോദ്യത്തിന് മുഴുവൻ കേട്ടിട്ട് ഞാനിന്ന് ഇത് അവസാനിപ്പിക്കുള്ളൂ. അതിന് ഭയപ്പെടുകയൊന്നും വേണ്ട. ആയിക്കോട്ടെ. ഇനി അടുത്തൊരു കാര്യം, RSSൻ്റെ അഖിലേന്ത്യാ നേതാവ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോഹൻ ഭഗത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ സ്ഥാനക്കാരനാണ് ദത്താത്രേയ ഒസുബാല. അതന്നെ ദസബാലെന്നോ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ടാമത്തെ ആൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന മതനിരപേക്ഷതയും സോഷ്യലിസവും ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് മാറ്റണം എന്നിപ്പോഴും പറഞ്ഞിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണിത് എന്ന വാദമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്.
ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടുകളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന വിധിയാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളാണ് സമത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉൾച്ചേർത്തിരുന്ന ഒന്ന് തന്നെയാണ്. മൗലികാവകാശത്തിൽ ഉൾപ്പെട്ടതാണ് സമത്വവും അതുപോലെ മതനിരപേക്ഷതയും. ഭരണഘടന ഉൾക്കൊണ്ട ഈ പൊതുവായ കാഴ്ചപ്പാട് അതിൻ്റെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടായത്. അല്ലാതെ മൗലികമായ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ അതും അനുവദിക്കില്ല. പ്രിയാമ്പിളിൽ വരുത്തിയ ഈ മാറ്റം അനുവദിക്കുന്നതല്ല എന്ന നിലപാടാണിപ്പോൾ സ്വീകരിക്കുന്നത്. ഭരണഘടനാപരമായ മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച സോഷ്യലിസത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവൻ്റെ അവകാശത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി RSS എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ വീണ്ടും ആവർത്തിച്ച് ഏതെങ്കിലും ഒരു MLA MP എന്നല്ല, ഒരു RSSൻ്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഉള്ളടക്കത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മുമ്പേ RSS അത് തന്നെയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോഴ് വീണ്ടും ശക്തിയായിട്ട് ഉന്നയിക്കുന്നത് മതരാഷ്ട്ര സിദ്ധാന്തം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ മതനിരപേക്ഷതയും പറ്റില്ല, സോഷ്യലിസവും പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുക. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ ആ രീതിയിലൊന്നും അല്ല അതിനെ കണ്ടത്. 9 കൊല്ലക്കാലം അവിടെ MLA ആയി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന രീതിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുൻകൈ MLAക്ക് ഉള്ളതാണ്. പക്ഷേ അത് പാർട്ടിയുടേതായ മുൻകൈയിൽ നടക്കുന്ന പ്രവർത്തനം എന്നതിന് പകരം MLAയുടേതായ പ്രവർത്തനമാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനം അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ 66,660 വോട്ട് കിട്ടൂല്ലോ. ഇനി നമുക്ക് നോക്കാം പ്രതിരോധിക്കേണ്ടത്. കഴിഞ്ഞു വന്നിട്ട് അതില്ലേ പറഞ്ഞ രാഷ്ട്രീയ അടിത്തറയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്ക് ഗുണമുണ്ടായേ. ഞാൻ കണക്കെല്ലാം വിശദീകരിച്ചല്ലോ. അതെന്താ ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങൾക്ക്? 40,000 വോട്ടിൻ്റെ ചുറ്റുവട്ടത്തിലാണ് അവിടുത്തെ പാർട്ടി വോട്ട്. കേൾക്ക്, 40,000 വോട്ട്. അതെന്തോ വളരെ പെട്ടെന്ന് അത് മാറ്റാൻ ശ്രമിക്കും. 40,000 വോട്ടിൻ്റെ ചുറ്റുവട്ടത്തിലാണ് അവിടെ നമ്മുടെ രാഷ്ട്രീയ വോട്ട്. അതിപ്പോൾ 66,660. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്.